ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ കേരള പോലീസിന്റെ കാര്യം, ഉയർന്ന റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലാണ് ഈ കത്ത് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രണയലേഖനങ്ങളൊന്നുമല്ല, ഇത് പോലീസിന്റെ പ്രവർത്തനത്തെ അടിമുടി വിമർശിച്ചുകൊണ്ട് മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥൻ എഴുതുന്ന കത്താ. അത് കുറ്റാരോപണമാണെന്നറിയേ. പ്രീതിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പോലീസ് ഫോഴ്സിൽ മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അത് വസ്തുതാപരമാണെങ്കിൽ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ വിമർശന ബുദ്ധിയായി ചിന്തിക്കേണ്ടതുണ്ട്. ഇത് CPI സംസ്ഥാന സമ്മേളനത്തിലേക്ക് തയ്യാറാക്കിയ സംഘടനാ റിപ്പോർട്ടിന്റെയും കൂടെ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്ന് തോന്നുന്നു. CPI എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പായിട്ട് പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാരിന് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നുവെന്ന് CPI തന്നെ പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുന്നണിയിൽ. അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ, ഔദ്യോഗിക റിപ്പോർട്ടിലാ. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് കുറെ മൃദുവായ ഭാഷയിലായിരിക്കണം, വലിയ വിമർശനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം എഴുതിയ റിപ്പോർട്ടാ. എന്നിട്ട് പോലും ഇങ്ങനെ പോലീസ് വകുപ്പിനെ വിമർശിക്കേണ്ടി വരുന്നു.